നിങ്ങളുടെ ഫോണിൽ എന്നും ഈ നമ്പർ കാണാം, സെൻസെക്സ് 80,000. പക്ഷേ ഇതെന്താ ശരിക്കും? വരൂ, നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാർക്കറ്റിൻ്റെ ഒരു സ്കോർ ബോർഡാണ്, സെൻസെക്സും നിഫ്റ്റിയും. ഒന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് മീര, നമ്മളെപ്പോലെ ഒരു ഇൻവെസ്റ്ററാണ്. ദിവസവും ഫോൺ എടുക്കുമ്പോൾ ഈ സെൻസെക്സ്, നിഫ്റ്റി അതൊക്കെ കാണും. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ മീരയ്ക്കൊപ്പം നമുക്കും പഠിക്കാം. ആദ്യം ഒരു സംശയം, ഇന്ന് മാർക്കറ്റ് കയറി അല്ലെങ്കിൽ മാർക്കറ്റ് വീണു എന്നൊക്കെ പറയും. പക്ഷേ മാർക്കറ്റിൽ ആയിരക്കണക്കിന് കമ്പനിയുണ്ട്. കുറേ എണ്ണം കയറും, കുറേ എണ്ണം വീഴും. പിന്നെ എങ്ങനെയാണ് ഈ മാർക്കറ്റ് കയറി എന്നൊക്കെ ഒറ്റ വാക്കിൽ പറയുക? അതിനൊരു എളുപ്പവഴിയുണ്ട്, ഒരൊറ്റ നമ്പർ. മാർക്കറ്റ് മുഴുവൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ആ നമ്പറിലൂടെ മനസ്സിലാക്കാം. ആ നമ്പറിനെയാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സെൻസെക്സും നിഫ്റ്റിയും 2 ഇൻഡെക്സ് ആണുള്ളത്. ഒരു എക്സാമ്പിൾ, ഗോപാലൻ ചേട്ടൻ്റെ തട്ടുകട ഓർമ്മയില്ലേ? ഗോപാലൻ ചേട്ടൻ അറിയണം ഇന്ന് ചന്തയിൽ മൊത്തം കച്ചവടം എങ്ങനെയുണ്ടെന്ന്. 100 കടയിൽ പോയി ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളി ഏറ്റവും വലിയ തിരക്കുള്ള 30 കടകൾ എടുക്കും. അവരുടെ അന്നത്തെ കച്ചവടം ശരാശരി എടുക്കും. ആ 30 കടയുടെ ബാസ്ക്കറ്റാണ് ചന്തയിലെ മൊത്തത്തിൻ്റെ ഒരു അളവ്. അതാണ് ഇൻഡെക്സ്. അപ്പോൾ സെൻസെക്സ് എന്താണ്? സെൻസെക്സ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം BSE എന്താണെന്ന് അറിയണം. BSE അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയിലെ ഏറ്റവും പഴയ എക്സ്ചേഞ്ച്. അവിടുത്തെ ഏറ്റവും വലിയ 30 കമ്പനിയുടെ ബാസ്ക്കറ്റ്. അവരുടെ സ്കോറാണ് സെൻസെക്സ്. സെൻസെക്സ് എന്ന് വെച്ചാൽ സെൻസിറ്റീവ് ഇൻഡെക്സ്. ഇനി നിഫ്റ്റി, അതും ഇതേ സാധനം തന്നെ, പക്ഷേ NSEയിൽ. NSE എന്ന് വെച്ചാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവിടുത്തെ ഏറ്റവും വലിയ 50 കമ്പനി, അതാണ് നിഫ്റ്റി 50. നാഷണലിൻ്റെ NIയും 50യുടെ FTYയും കൂട്ടി വായിച്ചാലാണ് നിഫ്റ്റി. അപ്പോൾ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. സെൻസെക്സ് എന്ന് വെച്ചാൽ BSEയുടെ 30 കമ്പനി, നിഫ്റ്റി എന്ന് വെച്ചാൽ NSEയുടെ 50 കമ്പനി. ഐഡിയ ഒന്ന് തന്നെയാണ്, പക്ഷേ ബാസ്ക്കറ്റ് 2 എണ്ണം. ഇനി മീരയ്ക്കൊരു സംശയം, ഈ 50 കമ്പനി എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അത് മാർക്കറ്റിലെ ഏറ്റവും വലിയ, ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന 50 കമ്പനികൾ. അതാണ് മാർക്കറ്റ് മൊത്തത്തിൻ്റെ ഒരു നല്ല പ്രതിനിധി. ഏറ്റവും വലിയത് എങ്ങനെ അളക്കും എന്ന് നമുക്കിപ്പോൾ പറയാം. ആദ്യം ഒരു സംശയം തീർക്കാം. സെൻസെക്സ് 80,000 എന്ന് പറഞ്ഞാൽ അത് 80,000 രൂപയാണോ? ഞാനൊരു സെൻസെക്സ് വാങ്ങിക്കോട്ടെ? ഇല്ല കേട്ടോ, അത് രൂപയല്ല, വാങ്ങാൻ പറ്റുന്ന സാധനവുമല്ല. അതൊരു സ്കോറാണ്. പനി നോക്കുന്ന ഒരു തെർമോമീറ്ററിലെ നമ്പർ പോലെ. തെർമോമീറ്ററിൽ 99 എന്ന് കണ്ടാൽ അത് 99 രൂപയല്ലല്ലോ, ഒരളവല്ലേ? അതുപോലെ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ആ വലിയ നമ്പറല്ല, ഇന്നലെ അപേക്ഷിച്ച് അത് എത്ര മാറിയെന്നാണ്. ഇന്ന് നിഫ്റ്റി 1% കയറി, അതാ കാര്യം. നമ്പർ എത്ര എന്നല്ല, കൂടിയോ കുറഞ്ഞോ എന്നാണ് നോക്കുന്നത്. ഇനി ഒരു സീക്രട്ട്, മിക്കവർക്കും അറിയാത്തൊരു കാര്യം, ആ 50 കമ്പനിയും ഇൻഡെക്സിൽ ഒരേപോലെ അല്ല എന്നത്. വലിയ കമ്പനികൾ ഇൻഡെക്സിനെ കൂടുതൽ പിടിച്ചു വലിക്കും. 50 പേർക്കും ഒരേ വെയിറ്റേജ് അല്ല കേട്ടോ. അപ്പോൾ ഈ വലിയ കമ്പനി എന്ന് വെച്ചാൽ എന്താണ്? അതിനൊരു അളവുണ്ട്, മാർക്കറ്റ് ക്യാപ്പ്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ ഒരു ഷെയറിൻ്റെ വില മൾട്ടിപ്ലൈഡ് ബൈ കമ്പനിക്ക് എത്ര ഷെയർ ഉണ്ട്, അതായത് കമ്പനി മൊത്തത്തിൻ്റെ വില. കമ്പനി എത്ര വലിയതാ എന്നതാണ് അളവ്. നമുക്കിനി അത് തട്ടുകടയുടെ ഭാഷയിലൊന്ന് മനസ്സിലാക്കാം. ഒരു കടയുടെ വലിപ്പം എന്ന് വെച്ചാൽ അത് ആകെ എത്ര കച്ചവടം ചെയ്യുന്നു എന്നാണ്. ഗോപാലൻ ചേട്ടൻ്റെ വലിയ കടയ്ക്ക് ഒരു നല്ല ദിവസം വന്നാൽ അത് ചന്തയുടെ ശരാശരി കച്ചവടം മൊത്തത്തിൽ കയറ്റും. ഒരു കുഞ്ഞു ചായക്കടയ്ക്ക് നല്ല ദിവസമാണെങ്കിൽ അത് അത്രമാത്രം കയറ്റില്ല. വലിപ്പം കൂടുന്തോറും വലിക്കുന്ന ബലവും കൂടും. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്, ഒരു കമ്പനിയുടെ എല്ലാ ഷെയറും മാർക്കറ്റിൽ വാങ്ങാനും വിൽക്കാനും കിട്ടില്ല. കമ്പനിയുടെ ഉടമസ്ഥർ, അതായത് പ്രൊമോട്ടേഴ്സ്, ഒരു വലിയ ഭാഗം ഷെയർ സ്വന്തമാക്കി പിടിച്ചു വെക്കും. അത് മാർക്കറ്റിൽ കച്ചവടത്തിന് വരില്ല. അപ്പോൾ മാർക്കറ്റിൽ ശരിക്കും വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ജനങ്ങൾക്ക് കിട്ടുന്ന ഷെയറുകളെയാണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഈ ഫ്രീ ഫ്ലോട്ട് ഷെയറിൻ്റെ വില വെച്ച് കണക്കാക്കുന്ന മാർക്കറ്റ് ക്യാപ്പാണ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പ്. ഒരു ഉദാഹരണം, ഒരു വലിയ സ്റ്റേഡിയം സങ്കല്പിക്കുക. ആകെ 100,000 സീറ്റ് ഉണ്ടെങ്കിൽ കുറേ സീറ്റുകൾ ഉടമസ്ഥർക്കും അവരുടെ ഫാമിലിക്കും വേണ്ടി എപ്പോഴും റിസർവ് ആണ്. അത് വേറെ ആർക്കും വാങ്ങാൻ പറ്റില്ല. പൊതുജനത്തിന് ശരിക്കും വാങ്ങാൻ കിട്ടുന്ന സീറ്റ് മാത്രമേ മാർക്കറ്റിന് പ്രാധാന്യമുള്ളൂ. അതാണ് ഫ്രീ ഫ്ലോട്ട്. ഇതാ പ്രധാന കാര്യം.
ഇൻഡെക്സ് ഈ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പാണ് ഉപയോഗിക്കുന്നത്. നിഫ്റ്റിയിൽ ഏത് 50 കമ്പനി വരണം, നിഫ്റ്റിയുടെ ഓരോ കമ്പനിയും എത്രമാത്രം ഭാരം ചുമക്കണം, രണ്ടും തീരുമാനിക്കുന്നത് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പ് വെച്ചാണ്. അതുകൊണ്ട് കൂടുതൽ ഷെയർ ഉടമസ്ഥർ പൂട്ടിവെച്ച കമ്പനി അത് പേപ്പർ വലിപ്പത്തേക്കാൾ ഇൻഡെക്സിൽ വെയിറ്റേജ് കുറവേ കാണത്തുള്ളൂ. കാരണം അതിൻ്റെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് ഫ്രീ ഫ്ലോട്ട് കൂടിയ 2-3 കമ്പനി വലിയതായിട്ട് കയറിയാൽ ബാക്കിയുള്ള കമ്പനികൾ അനങ്ങാതെ നിന്നാലും മൊത്തത്തിൽ നിഫ്റ്റി കയറും. ചുരുക്കത്തിൽ ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വെയ്റ്റഡ് ബാസ്ക്കറ്റാണ്. മീരയ്ക്ക് അടുത്ത സംശയം, ഈ 50 കമ്പനി എന്നും ഇത് തന്നെ ആയിരിക്കുമോ? എന്നും ടോപ്പ് 50 ഇവരൊക്കെ തന്നെ ആയിരിക്കുമോ? അല്ല, അത് ഇന്നത്തെ ടോപ്പ് 50 ആണ്. കൊല്ലത്തിൽ 2 പ്രാവശ്യം അവർ റിവ്യൂ ചെയ്യും. ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പ് വെച്ച് വീണ്ടും റാങ്ക് ചെയ്യും. ചെറുതായി പോയാൽ ഈ കമ്പനിയെ പുറത്താക്കും. വളർന്ന് വലുതായ പുതിയ കമ്പനിയെ അകത്തും കയറ്റും. ഒരു ഫുട്ബോൾ ലീഗ് പോലെ ഓർത്താൽ മതി. നന്നായി കളിച്ചാൽ മുകളിലേക്ക്, മോശമായാൽ താഴേക്ക്. ഒരു കമ്പനി വീക്കായാൽ നിഫ്റ്റിയിൽ നിന്നും പുറത്താകും. വളർന്ന വേറൊരാൾ ആ സ്ഥാനത്തേക്ക് കയറും. ഗോപാലൻ ചേട്ടനും അങ്ങനെ തന്നെ. പൊട്ടിപ്പോയാൽ കടയെ ബാസ്ക്കറ്റിൽ നിന്നും മാറ്റും. കത്തിക്കയറുന്ന പുതിയ കടയെ വയ്ക്കും. അപ്പം ബാസ്ക്കറ്റ് എപ്പോഴും ഇന്നത്തെ വലിയ കടകളെ മാത്രമേ കാണിക്കൂ. ഒന്ന് സമറൈസ് ചെയ്താൽ ഇൻഡെക്സ് എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഒരു സ്കോർ ബോർഡാണ്. ഏറ്റവും വലിയ കമ്പനികളുടെ ഒരു ബാസ്ക്കറ്റ്. ആ നമ്പർ രൂപയല്ല, ഇന്നലെ അപേക്ഷിച്ച് കൂടിയോ കുറഞ്ഞോ എന്നുള്ള ഒരു സ്കോർ ബോർഡാണ്. ഏത് കമ്പനി വരണം, എത്ര ഭാരം ചുമക്കണം എന്നത് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പാണ് തീരുമാനിക്കുന്നത്. സെൻസെക്സ് എന്ന് വെച്ചാൽ BSEയുടെ 30 കമ്പനികളും നിഫ്റ്റി എന്ന് വെച്ചാൽ NSEയുടെ 50 കമ്പനികളും ആണ് കാണിക്കുന്നത്. ഈ ലിസ്റ്റ് കൊല്ലത്തിൽ 2 വട്ടം പുതുക്കും. ഓർക്കുന്നുണ്ടോ തുടക്കത്തിൽ മീര ചോദിച്ചത് ഒരു സെൻസെക്സ് വാങ്ങിക്കോട്ടെ എന്ന്? ആ നമ്പർ, അതായത് ഇൻഡെക്സ്, അത് വാങ്ങാൻ പറ്റില്ല. കാരണം അതൊരു സ്കോർ മാത്രമാണ്. പക്ഷേ ആ ഇൻഡെക്സിൻ്റെ പിന്നിലുള്ള കമ്പനികളുടെ ഒരു ബാസ്ക്കറ്റ് അത് നമുക്ക് സ്വന്തമാക്കാം കേട്ടോ. ആ കമ്പനികളെ മുഴുവൻ കയ്യിൽ വെച്ച് ഇൻഡെക്സിനെ അതേപടി പിന്തുടരുന്ന ഒരു ഫണ്ട് വഴി. അങ്ങനെ 2 വഴിയുണ്ട്. ഒന്ന് ETF, 2 ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്. ആദ്യത്തേത് ETF, അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. മാർക്കറ്റിൽ ഒരു ഷെയർ പോലെ വാങ്ങാം. അതിന് ഡിമാറ്റ് വേണം. ഒരു യൂണിറ്റ് വാങ്ങിയാൽ ഇൻഡെക്സിലെ എല്ലാ കമ്പനിയിലും ഒരു കുഞ്ഞു ഓഹരി സ്വന്തം. ഉദാഹരണത്തിന് നിഫ്റ്റിക്ക് നിഫ്റ്റി ബീസ്, സെൻസെക്സിന് സെൻസെക്സ് ETF. ഉദാഹരണത്തിന് മാത്രമാണ്. രണ്ടാമത്തെ വഴി ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്. അതേ ആശയം തന്നെ, പക്ഷേ ഇത് ഫണ്ട് ഹൗസിൽ നിന്നാണ് വാങ്ങുന്നത്. നമ്മുടെ ആപ്പിൽ കൂടി വാങ്ങാം. ഇതിന് ഡിമാറ്റ് വേണ്ട. മാസാമാസം SIP ആയിട്ട് ക്യാഷും ഇട്ടുകൊടുക്കാം. നിഫ്റ്റി 50യെയോ സെൻസെക്സിനെയോ പിന്തുടരുന്ന ഇൻഡെക്സ് ഫണ്ടുകൾ നമുക്ക് വാങ്ങാൻ പറ്റും. ഇതും ഉദാഹരണത്തിന് മാത്രമാണ്. അപ്പോൾ വ്യത്യാസം എന്താണ്? ETF മാർക്കറ്റിൽ ലൈവ് വിലയ്ക്ക് മാർക്കറ്റ് തുറക്കുമ്പോൾ എപ്പോൾ വേണേലും വാങ്ങാം, വിൽക്കാം. ഇൻഡെക്സ് ഫണ്ട് ദിവസത്തിലെ ഒറ്റ വിലയ്ക്ക് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. അതാണ് NAVന്. രണ്ടാമത്തെ വ്യത്യാസമാണ് ലിക്വിഡിറ്റി. വേണ്ടപ്പോൾ എത്ര എളുപ്പം വിറ്റ് കാശാക്കാം എന്നത്. ETF വിൽക്കാൻ മാർക്കറ്റിന് ഒരു വാങ്ങുന്ന ആൾ വേണം. നിഫ്റ്റി ബീസ് പോലെ തിരക്കുള്ളവയ്ക്ക് എളുപ്പം വിൽക്കാം. പക്ഷേ ആൾ കുറഞ്ഞാൽ ETF-ൽ ബുദ്ധിമുട്ടാണ്. ഇൻഡെക്സ് ഫണ്ടിന് ആ പ്രശ്നമില്ല. ഫണ്ട് ഹൗസിന് തിരിച്ചു കൊടുത്താൽ അന്നത്തെ NAVന് കാശ് കിട്ടും. ഇനി ചാർജസ്. രണ്ടിനും ഒരു ചെറിയ വാർഷിക ഫീസുണ്ട്, എക്സ്പെൻസ് റേഷ്യോ. ETF-ന് ആ ഫീ സാധാരണ അല്പം കുറവാണ്. പക്ഷേ ഓരോ വട്ടം വാങ്ങുമ്പോൾ വിൽക്കുമ്പോൾ ചെറിയ ബ്രോക്കറേജ് കൊടുക്കണം. ഡിമാറ്റും വേണം. ഇൻഡെക്സ് ഫണ്ടിൻ്റെ ഡയറക്റ്റ് പ്ലാനിൽ ബ്രോക്കറേജോ കമ്മീഷനോ ഇല്ല. പക്ഷേ വാർഷിക ഫീസ് അല്പം കൂടും. ഒരു ബിഗിനറിന് രണ്ടും ലോ കോസ്റ്റ് തന്നെയാണ്. ആ ചെറിയ വ്യത്യാസത്തിന് അധികം തല പോയിക്കണ്ട. അപ്പോൾ ചുരുക്കത്തിൽ ഇൻഡെക്സ് എന്ന നമ്പർ വാങ്ങാൻ പറ്റില്ല. പക്ഷേ അത് പ്രതിനിധീകരിക്കുന്ന മുഴുവൻ ബാസ്ക്കറ്റ് ETF വഴിയോ ഇൻഡെക്സ് വഴിയോ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഉള്ളിലുള്ളത് ഒരേ ബാസ്ക്കറ്റ് തന്നെ. പിന്നെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ലിക്വിഡിറ്റിയും ചാർജസും നോക്കി തിരഞ്ഞെടുത്താൽ മതി. ETF-ഉം ഇൻഡെക്സ് ഫണ്ടും വിശദമായി വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ മാർക്കറ്റിൻ്റെ ഈ സ്കോർ ബോർഡ് അത് എന്താണെന്നും എങ്ങനെ സ്വന്തമാക്കാമെന്നും നമ്മൾ കണ്ടു. പക്ഷേ ഒരു കാര്യം, ഈ സ്കോർ ബോർഡ് മാർക്കറ്റ് എത്ര ഉയരത്തിലാണെന്ന് മാത്രമേ പറയൂ. അതിൻ്റെ മൂഡ്, ആൾക്കാർ എത്ര പേടിച്ചിരിക്കുന്നുവെന്ന് ഇത് പറയില്ല.
അതിന് നിങ്ങളുടെ സ്ക്രീനിൽ ഇതിൻ്റെ അടുത്ത് വേറെ ഒരു നമ്പറുണ്ട്, വിക്സ്, മാർക്കറ്റിൻ്റെ പേഡിമീറ്റർ. അത് എന്താണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് പൂർണ്ണമായി നോക്കാം. ഇതൊന്നും ട്രേഡ് ചെയ്യാനല്ല കേട്ടോ. ലോങ് ടേം ഇൻവെസ്റ്റർ അല്ലെങ്കിലും ഇത് ദിവസവും നോക്കി പേടിക്കണ്ട. പക്ഷേ ഇനി ഫോൺ എടുക്കുമ്പോൾ സെൻസെക്സും നിഫ്റ്റിയും എന്താ പറയുന്നതെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അടുത്ത വീഡിയോയിൽ വിക്സ്, മാർക്കറ്റിൻ്റെ പേഡിമീറ്റർ. സബ്സ്ക്രൈബ് ചെയ്യട്ടോ.